ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ഒരു സാംസങ്ങിൻ്റെ LED ടി വി ആണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്ന മാതിരി നോക്കിക്കഴിഞ്ഞാൽ ഈ LED കണ്ടില്ലേ, LED ഈ അതിൻ്റെ ലൈറ്റ് ബ്രൈറ്റായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് LED മാത്രം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പല സൈഡിലും LED മാത്രം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ബ്രൈറ്റായിട്ട് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഒരു ഫിൽറ്ററിങ് ഇല്ലാതെ, അഥവാ ഈ സ്പ്രെഡ് ആവാത്ത കണ്ടീഷനിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡിയ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ LED എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, LED നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ലെൻസ് ഉണ്ട്, ആ ലെൻസ് ഇതിന് മിസ്സാണ്. അപ്പോൾ നമുക്കിത് സർവീസിന് വന്ന ഉടനെ തന്നെ നമുക്കിത് ജസ്റ്റ് കൊടുത്ത ഉടനെ കസ്റ്റമറെ കാണിച്ചുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്ലിക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലെൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ വീണുകണ്, അതിൽ താഴെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇളകുന്നുണ്ട്. അപ്പോൾ ലെൻസ് പോയിക്കെന്നുള്ളത് മസ്റ്റായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ലെൻസ് പോയി കഴിഞ്ഞാലാണ് ഇതേമാതിരി ഈ ബൾബ് LED സെപ്പറേറ്റ് ഇങ്ങനെ കത്തുന്ന മാതിരി നമുക്ക് തോന്നുക. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇതിൽ അതിൻ്റെ ഫിൽറ്ററിങ് പോയിക്കണം എന്നുള്ളതാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഫിൽറ്ററിങ് പോവാനൊരു റീസൺ ഉണ്ട്. ഇത് പിന്നെ നമ്മൾ ചോദിച്ചു നോക്കുന്ന സമയത്ത് ഓവർലോഡായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇത് കസ്റ്റമർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് DVRനും വേണ്ടിയിട്ടാണ് ഈ കസ്റ്റമർ ഈ സാധനം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ DVRൽ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hours ആണ് ഈ കസ്റ്റമർ DVR വർക്ക് ചെയ്യിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയും. പക്ഷേ TVയും അതേമാതിരി തന്നെ 24 hours ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 24 hours ഈ LED കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഹീറ്റ് സിങ്ക്, അഥവാ ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റലാണ്, നമ്മൾ TVൻ്റെ ഈ മെറ്റൽ ഭാഗമാണ്. ഈ മെറ്റൽ ഭാഗം നന്നായിട്ട് ഹീറ്റാവും. ഹീറ്റായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിനൊരു പരിധി വരെ അതിൻ്റെ ചൂട് താങ്ങാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ആ ലെൻസ്, അഥവാ ആ LED ലെൻസ് എന്ത് ചെയ്യും, അതിൻ്റെ ഗമ്മ് റിമൂവ് ആവും ചൂടായിട്ട്. അങ്ങനെയാണ് അങ്ങനെ ആ റിമൂവ് ആയതുകൊണ്ടാണ് ഈ ബ്രൈറ്റായിട്ട് LED വെളിച്ചം പുറത്തേക്ക് തള്ളിക്കളയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ പിക്ചർ ഇട്ട് കഴിഞ്ഞാലും ഇതേമാതിരി വൈറ്റായിട്ടുള്ള പ്രകാശം വൈറ്റ് ഡോട്ടായിട്ട് പുറം തള്ളിക്കൊണ്ടേയിരിക്കും. പിക്ചർ കാണാൻ നമ്മളെ ക്ലാരിറ്റി ഉണ്ടാവില്ല. പിക്ചർ ക്ലാരിറ്റി ഇല്ലാത്തൊരു കണ്ടീഷനിലാണ് കാരണം ഉണ്ടാവുക. നമുക്ക് കാണുന്ന സമയത്ത് ഒരു സുഖം ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമുക്ക് കണ്ണിക്ക് കറക്റ്റായിട്ട് പിക്ചർ ഇല്ലാത്ത മാതിരി തോന്നും. പിക്ചർ ഇങ്ങനെ ബ്ലറായി മാതിരി തോന്നും പല പിക്ചറും ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ഇത് ചെയ്യേണ്ടത് DVR ആയതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഒരു 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യിക്കുക TV ഫുൾ ഡേ. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് ഓഫ് ചെയ്യുന്നതാണ് ബുദ്ധി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 വർഷത്തിനൊരു TV വാറണ്ടി, 3 year വാറണ്ടിയുള്ള TV വാങ്ങിയിട്ട് ഡയറക്റ്റ് കൊടുക്കുക. 3 വർഷം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മുന്നേ തന്നെ എങ്ങനെയായാലും എന്ത് ചെയ്യും, TV കംപ്ലൈൻ്റ് ആവും. കാരണം ഇത് 24 മണിക്കൂറും വർക്ക് ചെയ്യല്ലേ, 360 ദിവസം ഇതേമാതിരി ഫുൾ ടൈം വർക്ക് ചെയ്യല്ലേ, ഒരു കൊല്ലം തന്നെ, അങ്ങനെ 3 കൊല്ലം വർക്ക് ചെയ്യല്ലേ, ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഈ ലെൻസ് മാത്രം മാറ്റി കൊടുത്താൽ തന്നെ മതി. അത് ആ ലെൻസ് മാത്രം തന്നെ എടുത്തിട്ട് റീഗമ്മ് ചെയ്താൽ മതി. പക്ഷേ റീഗമ്മ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ സ്റ്റിപ്പുകൾ ഫുള്ളി എന്ത് ചെയ്യുന്നത്, അപ്പോൾ അത് ഡാമേജ് ആവാൻ അയക്കണ്. അപ്പോൾ ആ LED തന്നെ പിന്നിൽ റീഗം വെച്ചിട്ട് ആ ലെൻസ് അവിടെ ഫിക്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈഫ് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എന്ത് ചെയ്തു, അത് റീപ്ലേസ് ആണ് ചെയ്തത്. അപ്പോൾ റീപ്ലേസ് ചെയ്തപ്പോൾ പഴയമായിട്ട് പക്ക നല്ല ഫിനിഷ് പക്കായിട്ട് വരുന്നുണ്ട്, ബ്രൈറ്റ് പക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഷീറ്റ് ഉണ്ട്, ഈ LED ലെൻസ് വെച്ച ആ കറക്റ്റ് ഹോളുള്ള കറക്റ്റ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് പറഞ്ഞെങ്കിൽ, അതിൽ ആ ലെൻസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെൻസ് ആ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിഫ്ലാക്റ്റിങ് കറക്റ്റ് ആയിരിക്കണം. ആ റിഫ്ലാക്റ്റിംഗ് പേപ്പർ അത് ആ ലെൻസിൻ്റെ കറക്റ്റായിട്ട് തന്നെ വെച്ചിരിക്കണം. അത് ഈ പറയുന്ന മായി തന്നെ നന്നായിട്ട് ഡസ്റ്റ് ഉണ്ടായിരുന്നു. ആ പേപ്പർ നന്നായിട്ട് ഹീറ്റായി ചുവന്ന മാതിരി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചപ്പോൾ നല്ല വൃത്തിയുള്ള പേപ്പറായിട്ട് സെറ്റായിട്ട് കിട്ടി. എന്നതിന് ശേഷം നമ്മൾ LED എന്ത് ചെയ്തു, ഇതിൽ
ഫിക്സ് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കി ഫിക്സ് ചെയ്തപ്പോൾ അതിൽ ഗമ്മ് നന്നായിട്ട് കച്ചറ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കച്ചറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ക്ലിയർ ചെയ്ത് സെറ്റാക്കി എടുത്തതാണ്. എന്നതിന് ശേഷം നമ്മൾ വെച്ച് നോക്കുമ്പോൾ പക്ക സെറ്റായിട്ട് LED ബ്രൈറ്റ് കത്തുന്ന സെറ്റാണ്. ബ്രൈറ്റായിട്ട് LED വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് വേറൊരു വിഷയം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലയിൻസ് ഇതാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഹെവി ഡസ്റ്റ് അതിനുണ്ടായിരുന്നത്. ഈ SMBS നമ്മൾ SMBS ഈ TV ബാക്ക് സൈഡ് തുറന്നാൽ തന്നെ SMBS കിട്ടി. SMBS കിട്ടിയ ഉടൻ തന്നെ SMBS കാണാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ അകത്ത് നിറച്ച് ഡസ്റ്റാണ്. അപ്പോൾ നമ്മൾ കേരള ക്ലൈമറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരള ക്ലൈമറ്റിൻ്റെ ഒരവസ്ഥ എന്നുണ്ടെങ്കിൽ 6 മാസം വെയിലാണെങ്കിൽ 6 മാസം മഴയാണ്. അപ്പോൾ അതിലെന്താ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഫംഗസ് വരുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കാണുന്നുള്ളൂ ഫംഗസ്. ജസ്റ്റ് എന്ത് ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിക്കണ്, ഫുള്ളി ലിക്വിഡ് ഇട്ടിട്ട് പക്ക സെറ്റാക്കിക്കണ്. പക്ഷേ ഇതൊക്കെ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഇത് DVR ആയതുകൊണ്ട് ഒരു മൂലക്ക് നമുക്ക് വെക്കും. ആ മൂലക്ക് വെച്ചിട്ട് അത്രയും സമയം നമ്മൾ ഈ TVനെ ഓടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കുകയില്ല. പിന്നെ ഒരു 2 കൊല്ലം 3 കൊല്ലം മാക്സിമം 3 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ അത് സ്ക്രൂ ഡ്രൈവർക്ക് എടുത്ത് തുറക്കാൻ പറ്റണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ബാക്ക് സൈഡ് തുറന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നതൊക്കെ ബുദ്ധിയാണ്. കാരണം ഇത്രയും സമയം ഇരിക്കുമ്പോൾ ഈ ഫംഗസ് ഈ ഡസ്റ്റ് ഇതിലിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫംഗസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഫംഗസ് വന്ന ചിലത് റിപ്പയർ ചെയ്താൽ ശരിയാവും, ചിലത് റിപ്പയർ ചെയ്താൽ ശരിയാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ നൈസ് മൈന്യൂട്ട് പ്രിൻ്റൊക്കെ എവിടെയെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് അഥവാ സർവീസ് റിപ്പീറ്റ് വരാൻ ചാൻസ് കൂടുതൽ. അതാണ് ഈ ഫംഗസിൻ്റെ ഈ വാട്ടർ ഡാമേജിൻ്റെ ഒക്കെ ഇഷ്യൂ വരുന്ന വിഷയം. അഥവാ വാട്ടർ ഡാമേജ് വരുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. ഈ ഫംഗസ് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഈ ഈർപ്പവും ഈ ഡസ്റ്റും കൂടി മിക്സ് ആയതിന് ശേഷം ടൈം എടുത്തിട്ടാണ് ഈ ഫംഗസ് ആകുന്നത്. എന്നിരുന്നാലും അതാ റിപ്പീറ്റ് ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതുണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ മദർ ബോർഡ് അതേമായി തന്നെ, ഈ ടീകോം ബോർഡായാലും മദർ ബോർഡ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ അതേമായി തന്നെ നന്നായിട്ട് ഡസ്റ്റ് ഉണ്ടായിരുന്നു. അത് മൊത്തം ക്ലീൻ ചെയ്തു സെറ്റാണ് പക്ക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ LED കാര്യങ്ങൾ മൊത്തത്തിൽ റീപ്ലേസ് ഇതൊക്കെ കറക്റ്റ് ഓക്കെയാണ്. മദർ ബോർഡ് ആണെന്നുണ്ടെങ്കിലും ക്ലീൻ ചെയ്തിട്ടുള്ളൂ. LED മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, LED ബ്രൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നല്ലേ. അപ്പോൾ LED മൊത്തമായിട്ട് എന്ത് ചെയ്തു, ഇതിൽ ഫുള്ള് റീപ്ലേസ് ആണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ശേഷം സിസ്റ്റം വർക്കിംഗ് കിട്ടപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻസ് മാറിയിട്ടുണ്ട്, പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടേനും. ആക്ച്വലി ഞാൻ പറയുന്നത് കംപ്ലയിൻസ് ഈ ഒരു കംപ്ലയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി കണ്ണും പൂട്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കേസ് ഇതാണ്. പിന്നെ ഇതേമായി തന്നെ ഈ ലെൻസൊക്കെ മാറ്റുന്ന സമയത്ത്, സർവീസിൻ്റെ സമയത്ത് ഒരു LED 2 LED ബ്രേക്ക് അയക്കുന്നുണ്ടെങ്കിൽ ആ LED മാത്രം വെക്കാറൊക്കെ ഉണ്ട്. ആ മാത്രം വെച്ച് കഴിഞ്ഞാലും സംഭവിക്കൽ ഇതാണ്. ശരിക്കും ആക്ച്വലി അതിൻ്റെ ലൈഫ് തീർന്നിരിക്കുന്നത്. ഒരു LED അല്ലെങ്കിൽ 2 LED ബ്രേക്ക് അയക്കും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആക്ച്വലി അതിൻ്റെ ലൈഫ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിപ്പിൻ്റെയും ലൈഫ് തീർന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ LED സ്റ്റിപ്പുകൾ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യുന്നതാണ് ബുദ്ധി. അപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ഇതേമായി തന്നെ LED ഭാഗത്തു നിന്നുള്ള ലൈഫ് കറക്റ്റായിട്ട് കിട്ടും. മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിപ്പ് തന്നെ വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതേമായി തന്നെ കസ്റ്റമർക്ക് നമുക്ക് ഈ പറയുന്ന ക്വാളിറ്റിയിൽ 1 ഇയർ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ സാധനം ഓടുന്നുള്ളത് ഷുവറായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ആയിരിക്കും, പക്കായിരിക്കും. പിന്നെ നമുക്ക് ആ ഭാഗം LED ഭാഗത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്രൈവർ സെക്ഷനും കംപ്ലൈൻറ്റ് ആവില്ല. മറ്റേത് ഡ്രൈവർ സെക്ഷന് കംപ്ലൈൻറ്റ് ആവാൻ റീസൺ എന്നുണ്ടെങ്കിൽ ഈ LED പോകുന്ന അത്രയും വോൾട്ടേജ് പ്രഷർ എടുക്കണം, ആംബിയർ എടുത്തിട്ടാണ് അപ്പോൾ ഡ്രൈവർ സെക്ഷന് ഹീറ്റ് ആകുന്നത്. അപ്പോൾ LED സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഡ്രൈവർ സെക്ഷന് ആ സ്മൂത്തായിട്ട് തന്നെ ആംബിയർ എടുത്തിട്ട് വർക്ക് ചെയ്യും. ആക്ച്വലി ഇതായിരുന്നു TVൻ്റെ കംപ്ലൈൻറ്റ്. ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിക്ചറൊക്കെ ഇപ്പോൾ ഡെപ്ത് പക്ക പിക്ചറായിട്ട് നമുക്ക് ആ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ക ഡെപ്ത് കറക്റ്റ് പിക്ചറായിട്ട് നമുക്ക് വെളിച്ച് നമുക്ക് കറക്റ്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ TV സൂപ്പറാണ്. സാംസങ് TV കമ്പനി നല്ല കമ്പനി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് ലൈറ്റിൻ്റെ LED ഈ സാംസങ്ങിൻ്റെ കമ്പനിയെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് 24 മണിക്കൂർ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കണ്ട കണ്ടീഷനിൽ ഇത് മോഡൽ പ്രകാരം നോക്കുന്ന സമയത്ത് 3 വർഷം എന്നല്ല എത്ര ഓടിയിരിക്കുന്ന സാധനം. അപ്പോൾ അത്രയും ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിൻ്റെ ആ സമയം കൊണ്ട് തന്നെയാണ് ഇത്ര സമയം ഓടാനും കാരണം. ഏതായാലും ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.